US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദിയിലെത്തി. റിയാദിൽ സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗസ വെടിനിർത്തൽ, ഫലസ്തീൻ രാഷ്ട്ര പ്രശ്ന പരിഹാരം, യുക്രൈൻ യുദ്ധം എന്നിവ ചർച്ച ചെയ്യും. അഫ്താബ് റഹ്മാൻ വിശദാംശങ്ങൾ നൽകും. അഫ്താബ്, രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കേണ്ട ഒരു സമയമായിട്ടുള്ളതിനിടെയാണ് ഇപ്പോൾ മാർക്ക് റൂബിയോ ആദ്യമായി സൗദിയിലെത്തുന്നത്. എന്തൊക്കെയാണ് അജണ്ടകൾ? ഏതെല്ലാം തരത്തിലുള്ള റിസൾട്ട് ഈ സന്ദർശനത്തിൽ ഉണ്ടാകും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാന വിഷയങ്ങളായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ നടക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ റിയാദിൽ എത്തിയിരിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ്. അദ്ദേഹത്തോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഉണ്ട്. ഒപ്പം തന്നെ ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ വിദേശകാര്യ നയ ഉപദേഷ്ടാവുമാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായി ഇന്ന് മൈക്രോ റൂബിയോ ചർച്ച നടത്താൻ പോകുന്നത് സൗദി കിരീടാവകാശിയുമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും അല്പസമയം മുമ്പ് സൗദി വിദേശകാര്യ മന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടതായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതികരണങ്ങൾ അറബ് ലോകത്ത് വലിയ വിമർശനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ ഫോർമുല ഈ മാസം 27 നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യാനിരിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചകൾ. ഇതിൽ സ്വാഭാവികമായിട്ടും ഗസയുടെ പുനർനിർമ്മാണം, ഗസയിലെ ഹമാസിന്റെ ഭരണം, ഇസ്രയേൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്ന പരിഹാരം എന്നിവയുടെ പ്രാഥമിക ചർച്ചകളായിരിക്കും ആരംഭിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒരു നിമിഷം അഫ്താബ്, ഇപ്പോൾ വിദേശകാര്യ നിരീക്ഷകൻ PJ വിൻസെന്റ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PJ വിൻസെന്റ്, മാർക്കോ റൂബിയോ സൗദിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ അന്ന് ഈ ട്രംപിന്റെ ഗസ നരകമാക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനമൊക്കെ സൗദിയിൽ വലിയ തോതിലുള്ള വ്യാപകമായ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു പശ്ചാത്തലം അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതിനിടെ ആണിപ്പോൾ ഈ മാർക്കോ റൂബിയോ എത്തുന്നത്. ഒപ്പം രണ്ടാം ഘട്ട വെടിനിർത്തൽ കംപ്ലീറ്റ് ആക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഈ മാർക്കോ റൂബിയോയുടെ സന്ദർശനത്തിന് എങ്ങനെ കാണാം? എന്തൊക്കെ കാര്യങ്ങളിലും റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കണം? അറബ് ലോകത്ത് അമേരിക്കൻ നയങ്ങളെ നിർണായകമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് സൗദി അറേബ്യ. 1920 അബ്രഹാമിക് അക്കോർഡിലൂടെ ബഹ്റൈനും UAEയും സുഡാൻ, മൊറോക്കോ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ സമ്പൂർണമായി സ്ഥാപിച്ചു എങ്കിലും സൗദി അറേബ്യ വ്യത്യസ്തമായ നിലപാടൊന്ന് സ്വീകരിച്ചു. ഇപ്പോഴും ട്രംപിന്റെ പ്രസ്താവന വന്നതിന് ശേഷവും, അതായത് ഗസ ഞങ്ങൾ ഏറ്റെടുക്കും എന്ന പ്രസ്താവന ട്രംപിന്റെ വന്നതിന് ശേഷവും സൗദി ഗവൺമെന്റിന്റെ പ്രതികരണം വന്നു. ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നതാണ് സൗദി അറേബ്യയുടെ നിലപാടെന്ന് അവർ സുവ്യക്തമായി പറഞ്ഞു. പല അറബ് രാജ്യങ്ങളും ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴും കിഴക്കൻ ജെറുസലേം അവിടെ അതിന്റെ തലസ്ഥാനമാകണം എന്ന ആവശ്യത്തോട് പലപ്പോഴും നിശബ്ദത പുലർത്തുന്ന സമീപനമുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ പോലും വളരെ കൃത്യമായ വ്യക്തതയോടുകൂടി ഫലസ്തീൻ പ്രശ്നത്തിൽ നിലപാടെടുക്കുകയുണ്ടായി. അതോടൊപ്പം ഇസ്രായേലുമായിട്ട് സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ഈ 2 നേഷൻ സൊല്യൂഷൻ യാഥാർത്ഥ്യമാക്കണം എന്ന് സൗദി അറേബ്യ ഇതിനു മുമ്പേ 2020 മുതലേ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ 42 ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞാൽ വീണ്ടും നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന പ്രക്രിയയിലേക്ക് പോകണം. അതിന് അമേരിക്കയെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പറ്റുന്ന അറബ് രാജ്യം എന്ന നിലയിൽ ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്.